ആകാശം തെളിഞ്ഞും കറുത്തുമിരുന്നു. മേഘങ്ങൾക്കിടയിൽ സൂര്യൻ മിന്നിമറഞ്ഞു. മൂടൽമഞ്ഞിൻ്റെ നിഴലുകളിൽ ഭൂതകാലത്തിൻ്റെ രഹസ്യങ്ങൾ മൂകമായി പ്രതിധ്വനിച്ചു. ഇന്നത്തെ യാത്ര ഒരു കാലഘട്ടത്തിൻ്റെ നഗരത്തിലേക്കാണ്. സ്പാനിഷ് ചരിത്രത്തിൻ്റെ മറക്കാനാവാത്ത ഏടുകൾ നിലനിൽക്കുന്ന ഇടം എൽ എസ്കോറിയാൽ. മദ്രിദിൻ്റെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യുനെസ്കോ പൈതൃക നഗരം. റോയൽ മൊണാസ്ട്രിയുടെ മഹത്തായ ഇടനാഴികളിലൂടെ അതിശയമാർന്ന വാസ്തുവിദ്യകളും നേരിയ വെളിച്ചത്തിൽ പലതും മൂകമായി സംസാരിക്കുന്ന കല്ലറകളും ഇന്നും ചൂടൻ ചർച്ചയാകുന്ന ബസിലിക്കയും സ്പെയിനിൻ്റെ രാജകീയ ഭൂതകാലത്തിൻ്റെ നേർക്കാഴ്ചയാണ്. ഈ അവസ്മരണീയ അനുഭവങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മദ്രിദിൽ നിന്ന് C3A ട്രെയിൻ റൂട്ടിൽ കയറിയാൽ എൽ എസ്കോറിയാൽ എത്തിച്ചേരാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് നടക്കണം ഇവിടത്തെ മൊണാസ്ട്രിയിലേക്ക്. ഇതിനിടയിൽ തന്നെ ഞങ്ങൾ ഭക്ഷണവും കഴിച്ചു. സ്പെയിനിൽ പൊതുവെ എല്ലാ ഭക്ഷണശാലകൾക്കും ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു പ്രത്യേക അനുഭവം സമ്മാനിക്കാൻ അവയ്ക്ക് കഴിയും. തണുത്ത ദിനത്തിൽ നിരനിരയായി കൂട്ടുകൂടി നിൽക്കുന്ന പൈൻമരങ്ങൾക്കിടയിൽ കൂടി ഞങ്ങൾ നടന്നു. ഇത് മൊണാസ്ട്രിയുടെ ഭാഗമായ പൂന്തോട്ടമാണ്. മൊണാസ്ട്രിയുടെ മുന്നിലുള്ള റോഡിൽ കൂടി നടന്നാൽ ഈ ചെറുപട്ടണം ചുറ്റിക്കാണാം. മരങ്ങളുടെ ശീതളഛായയിൽ കല്ലുപാകിയ വഴികളാലും കഥകൾ നിറയുന്ന കെട്ടിടങ്ങളാലും ശാന്തമായി നിലകൊള്ളുന്ന പട്ടണം. എല്ലാത്തരം പുരോഗമനവും സ്വന്തമായുള്ള പട്ടണം. എന്നാൽ ഇവിടത്തെ പ്രകൃതിയും ചരിത്രവും പണ്ടത്തേതുപോലെ തുടരുന്നു, മനോഹരമായി തന്നെ. പലപ്പോഴും റയൽ മൊണാസ്തേരിയോ അല്ലെങ്കിൽ രാജകീയ മൊണാസ്ട്രി ഒരു അത്ഭുതമായി തോന്നാറുണ്ട്. ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ സൃഷ്ടി വാസ്തുവിദ്യ കൊണ്ട് വിസ്മയിപ്പിക്കുകയാണ്. ഫിലിപ്പ് രണ്ടാമൻ്റെ ഉത്തരവ് പ്രകാരം 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ മൊണാസ്ട്രിക്ക് 33,327 ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ട്. 1984 റോയൽ മൊണാസ്ട്രി ലോക പൈതൃക പട്ടികയുടെ ഭാഗമായി. 14 യൂറോയാണ് ഇവിടേക്കുള്ള പ്രവേശന ടിക്കറ്റ്. ഞങ്ങൾ മൊണാസ്ട്രിക്ക് അകത്ത് കയറി. അതിമനോഹരങ്ങളായ ഇടനാഴികളും നടുമുറ്റവും സമ്മാനിക്കുന്ന അനുഭവം ഒന്ന് വേറെ തന്നെയാണ്. അമ്പരചുംബിയായി നിൽക്കുന്ന നിർമ്മിതിക്ക് താഴെ ഒരു ചെറു കൂണുപോലെ ഞങ്ങൾ. മൊണാസ്ട്രിയുടെ ചുവരുകളിലും മേൽക്കൂരകളിലും ഒരുപാട് ചിത്രപ്പണികൾ കാണാം. ഇതോടൊപ്പം ചുവരിൽ തൂക്കിയിരിക്കുന്ന എണ്ണച്ചിത്രങ്ങളുമുണ്ട്. ഓരോ മുറിയിലും പ്രത്യേകതരം മാതൃകകളിലുള്ള ചിത്രപ്പണികളാണുള്ളത്. ഓരോ വർണ്ണവും അന്യോന്യം തൊട്ടും തൊടാതെയും പറയുന്ന കഥകൾ. ചുവരുകളിലും മേൽക്കൂരയിലും ഇവ സൃഷ്ടിക്കുന്ന സൗന്ദര്യം ഒന്ന് കാണേണ്ട കാഴ്ചയാണ്. അന്നാളുകളിൽ സ്പെയിനിലുണ്ടായിരുന്ന വിശ്വാസങ്ങളും സംഭവ വികാസങ്ങളും കൂടി ഈ ചിത്രങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഫിലിപ്പ് രണ്ടാമനും രാജ്ഞിയും പിന്നാലെയുള്ള തലമുറയും ഉപയോഗിച്ചു പോന്ന സാധനങ്ങൾ മിക്കതും കാണാൻ സാധിക്കും. രാജമുദ്ര പതിഞ്ഞ വസ്തുക്കൾ. അവരുപയോഗിച്ച ഇരിപ്പിടങ്ങൾ മുതൽ കട്ടിലും പുസ്തകങ്ങളും കാൽമുദ്ര പതിഞ്ഞ പരവതാനി വരെ ഇന്നും പ്രൗഢമായ ഒരു കാലഘട്ടത്തിൻ്റെ സ്മൃതികൾ പങ്കുവയ്ക്കുന്നു. 16-ാം നൂറ്റാണ്ടിൻ്റെ ശേഷിപ്പുകൾ 21-ാം നൂറ്റാണ്ടിനോട് സംവദിക്കുന്നു. വാർദ്ധക്യം ബാധിക്കാതെ അവ ഇന്നും ജീവിക്കുന്നു. ഇവയൊക്കെയും വളരെ ശ്രദ്ധാപൂർവം ഇവിടെയുള്ളവർ പരിപാലിക്കുന്നുണ്ട്. ഭീമൻ തൂണുകളും കൽപ്പടവുകളും നീണ്ടു നിവർന്ന ഇടനാഴികളും താണ്ടി ഞങ്ങൾ രാജമുറികൾ ഓരോന്നായി കണ്ടു. ഓരോ മുറിയിലും അനേകം ജനാലകളുണ്ട്. അതുവഴി താഴെ പൂന്തോട്ടവും ദൂരെ മരങ്ങളും മലയിലെ ദൃശ്യങ്ങളും ആസ്വദിക്കാം. ഒരു കാലത്ത് ഇവയൊക്കെയും രാജകുടുംബത്തിനായി ഒരുങ്ങിയ വീഥികൾ. ഇതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ അവയൊക്കെയും മുന്നിൽ കാണാം. നമ്മുടെ തൊട്ടടുത്ത് അതേ പ്രൗഢിയിൽ അവർ നിൽക്കുന്ന പോലെ. ഇവിടെ എല്ലായിടത്തും ശരിക്കും അവരുണ്ട്. രാജകുടുംബം ഈ മൊണാസ്ട്രിയുടെ അകത്ത് തന്നെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. കൽപ്പടവുകൾ താണ്ടി താഴേക്ക് പോകുമ്പോൾ കിളിവാതിൽ വഴി വരുന്ന നേരിയ വെളിച്ചത്തിൽ അവരുടെ കല്ലറകളുണ്ട്. മാർബിൾ പെട്ടികൾക്കുള്ളിൽ അവരുറങ്ങുന്നു. ഞങ്ങൾക്കും അവർക്കും തമ്മിൽ ഒരു മാർബിൾ ശിലയുടെ അകലം മാത്രം. കുട്ടികൾ മുതൽ രാജാവും രാജ്ഞിയും വരെ മൊണാസ്ട്രിയുടെ ഏറ്റവും താഴത്തെ നിലയിൽ ഉറങ്ങുന്നുണ്ട്. ഈ പട്ടണത്തെ പുൽകിക്കൊണ്ട് ഗ്വാദരാമ മലനിരകൾ ചുറ്റിനുമുണ്ട്. മലമുത്തച്ഛൻ്റെ കരവലയത്തിനുള്ളിൽ മേഘങ്ങളുടെയും സൂര്യൻ്റെയും തലോടലിൽ സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന മൊണാസ്ട്രിയുടെ പുറം കാഴ്ചകളിലേക്ക് ഞങ്ങൾ മുഴുകി. മനോഹരമായ ഈ ദൃശ്യങ്ങൾ ആസ്വദിച്ചതിന് ശേഷം ഇവിടെയുള്ള പല ട്രക്കിംഗ് പാതകളിൽ വസന്തത്തിൽ ഏറ്റവും മനോഹരമായ ട്രക്കിംഗ് പാതയാണ് ഇത്തവണ ഞങ്ങൾ തിരഞ്ഞെടുത്തത്. പൈൻമരങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു. വസന്തം ഒരു പിശുക്കും കാട്ടാതെ നിറഞ്ഞു നിൽക്കുന്നു. ചെടികൾ നിറയെ പൂക്കൾ. തമ്മിൽ മത്സരിച്ച് അവ ഇല കാണാത്ത വിധം നിറഞ്ഞിരിക്കുന്നു.
വെള്ളയും മഞ്ഞയും നീലയും നിറത്തിലുള്ള പൂക്കളാണ് അധികവും. തറയിൽ പറ്റി നിൽക്കുന്ന കുഞ്ഞിച്ചെടികളും പൂക്കളുടെ കാര്യത്തിൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അരി വിതറിയ പോലെ അവയും ഭൂമി അലങ്കരിച്ചിരിക്കുന്നു. മരങ്ങൾക്കും മറ്റു സസ്യലതാദികൾക്കും ഇടയിൽ കൂടി മല കാണാം. മേഘങ്ങളെ പുൽകി ശിരസുയർത്തി നിൽക്കുന്ന മലമുത്തച്ഛൻ. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് ഇവയൊക്കെയും. ഇവയോട് താൽക്കാലികമായി യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് 8 കിലോമീറ്റർ മാറി മറ്റൊരു പ്രധാന ഇടത്തിലേക്ക് യാത്ര ആരംഭിച്ചു. വയേ ദെ ലോസ് കൈദോസ് അല്ലെങ്കിൽ വീണവരുടെ താഴ്വര. 1950കളിലെ ഈ നിർമ്മിതി ഇപ്പോഴും സ്പെയിനിൽ വിവാദപാത്രമാണ്. 9 യൂറോയാണ് ഇവിടുത്തെ പ്രവേശന നിരക്ക്. ഇവിടെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കുരിശ് സ്ഥിതി ചെയ്യുന്നത്. 150 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. അതിനോട് ചേർന്ന് ഒരു ബസിലിക്കയുമുണ്ട്. ഇത് ലോകത്തിലെ തന്നെ പാറ തുരന്ന് നിർമ്മിച്ച ഏറ്റവും വലിയ ബസിലിക്കയാണ്. 1957 സ്പാനിഷ് സിവിൽ യുദ്ധത്തിൻ്റെ അവസാന കാലയളവിൽ സ്പെയിൻ ഭരിച്ചിരുന്ന സ്വേച്ഛാധിപതിയായ ഫ്രാങ്കോയുടെ ഉത്തരവ് പ്രകാരമാണ് ഈ പള്ളി നിർമ്മിച്ചത്. ഈ ബസിലിക്ക സ്പാനിഷ് സിവിൽ വാറിൻ്റെ സമയം 2 ഭാഗത്തു നിന്നും ജീവൻ ത്യജിച്ച പട്ടാളക്കാരുടെ സ്മരണാർത്ഥം നിർമ്മിച്ചതാണ്. പക്ഷേ ഇപ്പോഴും രാജ്യത്തുടനീളം ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നു. ഇതുവരെ ഞങ്ങൾ കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായ പള്ളി. വാനോളം ഉയർന്നു നിൽക്കുന്ന കുരിശിന് താഴെ വളഞ്ഞു കിടക്കുന്ന പള്ളി. അതിനു മുകളിലുള്ള പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന യേശുവിൻ്റെ ശില്പം തരുന്ന അനുഭൂതി ഒന്ന് വേറെ തന്നെയാണ്. അടുക്കുംതോറും ഈ പള്ളി നിഗൂഢമായ അത്ഭുതമായി മാറുകയാണ്. കൂറ്റൻ തൂണുകളും കൽപ്പടവും കടന്ന് അകത്തേക്ക് കടന്നാൽ പിന്നെ മറ്റൊരു മായാലോകം തുറന്ന പോലെയാണ്. ചുമരുകളിലൊക്കെയുള്ള ശില്പങ്ങളിൽ സമാധാനത്തിൻ്റെ വെള്ളപ്രാവുകളെ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. വിവരിക്കാൻ കഴിയാത്ത തരം പ്രത്യേക അനുഭവം. വാസ്തുവിദ്യയുടെ അതിരില്ലാത്ത ലോകത്ത് ഞങ്ങൾ നിറയുകയായിരുന്നു. അതിനോടൊപ്പം ചുറ്റിനുമുള്ള അരണ്ട മഞ്ഞ വെളിച്ചത്തിൽ അന്തരീക്ഷം മഴക്കാറ് മൂടിയ ആകാശം പോലെയാണ്. ഇരുളും വെളിച്ചവും ലയിച്ചു നിൽക്കുന്ന ആ അന്തരീക്ഷത്തിലേക്ക് പ്രത്യേക സംഗീതമുയർന്നു. പ്രാർത്ഥനാവേളകളിലും വിവാഹ സമയത്തുമൊക്കെയാണ് അവിടെ ഇതുപോലെ സംഗീതമുണ്ടാവുക. അതും കൂടി ആയപ്പോൾ ഏതോ നിഗൂഢ രഹസ്യത്തിൻ്റെ ചുരുളഴിക്കാൻ നിൽക്കുന്ന പോലെ തോന്നി. എന്താണിത് എന്ന് അത്ഭുതത്തോടെ പലവട്ടം മനസ്സിൽ ചോദിച്ചു. പള്ളിക്കകത്തായിരുന്നു സ്വേച്ഛാധിപതിയായിരുന്ന ഫ്രാങ്കോയെ അടക്കം ചെയ്തത്. എന്നാൽ പിന്നീടുള്ള എതിർപ്പുകളെ തുടർന്ന് ആ കല്ലറ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. ബസിലിക്കയുടെ പുറത്തു നിന്നാൽ ഗ്വാദരാമ മലനിരകളെ അടുത്തു കാണാം. വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. പ്രകൃതിയും വാസ്തുവിദ്യയും ഒന്നിച്ചു മെനഞ്ഞ മായാജാലം. ഇവിടേക്ക് വരാൻ എൽ എസ്കോറിയാൽ ബസ് സ്റ്റേഷനിൽ നിന്നും ദിവസവും ഒരു ബസ്സുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് 3:15 ഇങ്ങോട്ടേക്കും തിരികെ 5:30 അല്ലാതെയുള്ള ദിവസങ്ങളിൽ 4 മണിക്ക് തിരിക്കുന്ന ബസ് 6 മണിക്ക് മടങ്ങിയെത്തും. ഈ 2 യാത്രകൾക്കും ഒരുമിച്ചാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഈ താഴ്വര കണ്ട് മതി വരുന്നില്ല. അത്ര മനോഹരമാണിവിടെ. തിരിച്ചു പോകാൻ മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ ബസ്സിൽ കയറി മദ്രിദിലേക്ക് യാത്ര തിരിച്ചു. ഓരോ നിമിഷങ്ങളും മനസ്സിനെ സ്വാധീനിക്കുകയാണ്. ആ നിമിഷങ്ങളിൽ ലയിച്ചുകൊണ്ട് ഞങ്ങളും കാഴ്ചകളുടെ മായാലോകം തുറന്നുകൊണ്ട് വീണ്ടും എത്താം. നിർത്തട്ടെ.